CPIയിൽ നിന്ന് രാജിവെക്കുകയാണെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞാണ് വെഞ്ഞാറമൂട് ശശി മാധ്യമങ്ങളോട് സംസാരിച്ചു തുടങ്ങിയത്. പിന്നെ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രനെതിരെ രൂക്ഷ വിമർശനത്തിലേക്ക്. അയാൾക്കാണെങ്കിൽ ഒരു കെൽപ്പില്ല, സ്വന്തം തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. വെളിയം ഭാർഗവനും അതുപോലെ അച്യുതമേനോനും എസ് കുമാരനും PK വാസുദേവൻ നായരും സെക്രട്ടറിയായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് CPI. അതിൽ ഇപ്പോൾ ഇരിക്കുന്നത് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ. അദ്ദേഹം ഫുട്ബോളിനെ കുറിച്ച് പുസ്തകം എഴുതും, സിനിമ കാണാൻ പോകും, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കണമെങ്കിൽ വേറെ കുറേ ഗുണങ്ങൾ ഉണ്ടാവണം. ബെനറ്റ് എബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കാൻ അമിത താല്പര്യം കാട്ടിയാളാണ് പന്ന്യൻ രവീന്ദ്രൻ. CPMനും ബെനറ്റിന്റെ കാര്യത്തിൽ താല്പര്യമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പേര് വരാൻ പന്ന്യൻ രവീന്ദ്രൻ അതിര് കിടന്ന താല്പര്യം കാണിച്ചു. അതിന് കിടന്ന് താല്പര്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ അന്നത്തെ യോഗത്തിൻ്റെ മിനിറ്റ്സിൻ്റെ കോപ്പി കൊടുക്കണമെന്നോ? ആ കോപ്പി കൊടുത്തു. കാരണം ആ മിനിറ്റ്സിൽ ചർച്ചയിൽ ബെനറ്റിൻ്റെ പേര് കൂടി വരണം, വന്നാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നാണ് പന്ന്യൻ പറഞ്ഞത്. കഴിഞ്ഞ സമ്മേളനം മുതൽ പാർട്ടിയിൽ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്നു. ഇപ്പോഴുണ്ടായ നടപടികളോടെ അത് രൂക്ഷമായതായും വെഞ്ഞാറമൂട് ശശി ആരോപിച്ചു. കേന്ദ്ര നേതൃത്വം അന്ന് മുന്നോട്ട് വെച്ച അഭിപ്രായം സഖാവ് C ദിവാകരൻ സെക്രട്ടറി ആവണം എന്നുള്ളത്. അതിനെ ബോധപൂർവമായി തകർത്തു. ഒരിക്കലും ഉണ്ടാകാത്ത ഒരു സംഭവമാണ്. അടുത്ത സമ്മേളനത്തോടെ പാർട്ടി പിടിക്കാൻ ശ്രമിക്കുന്ന കാനൻ രാജേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവാണ് തനിക്കെതിരായ നടപടികൾക്ക് ചരട് വലിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കാനൻ രാജേന്ദ്രൻ്റെ താല്പര്യത്തിനനുസരിച്ച് പ്രകാശ് ബാബു, അദ്ദേഹമാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.